ഹലോ ഫ്രണ്ട്സ്, വി എഫ് ടെക്സാം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് വയലടയാണ്. വയലട ക്ലൗഡ്സ് വേ വ്യൂ പോയിന്റ്. അത് തന്നെ, ക്ലൗഡ്സ് വേ വ്യൂ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ കയറാൻ പോവാണ്. അവിടെ എൻ്റെ കൂടെ ഉള്ളത് അമൃതേഷ് പാലേരി, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇന്ന് ഇവന്റെ വകയാണ്. അതായത് ഇവന്റെ വക വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറാൻ പോവാണ്. കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പം കാഴ്ചകൾ കാണാം, അത്ര തന്നെ. ഇവിടെ വന്ന നല്ല കോടയായിരിക്കും. ഇത് കുറെ കയറാനുണ്ടാവോ? ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം മുള്ളംപാറ ചെയ്തപ്പോഴും ഏകദേശം ഇതുപോലെ തന്നെ. നീ മുന്നേ അടക്ക, നിനക്കിട്ട് കുറച്ച് ട്രോളൊക്കെ തരാണ്ട് എനിക്ക്. സ്ലോ മോഷൻ ഒന്നും വേണ്ട, നീ നടക്കുന്ന പോലെ തന്നെ നടന്നാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം അജിനാസിനെ വീഡിയോ കൊണ്ടുവന്നപ്പോഴേ കുറെ പേര് ചോദിച്ചു, അവന്റെ ബേക്ക് തന്നെയാണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത്. ഏയ് ആഹാ, നമുക്കിപ്പം ഇവിടുന്ന് ക്യാമറയ്ക്ക് ആവശ്യം നിങ്ങളായിട്ടൊക്കെ ഉണ്ട്. സമ്മതിച്ചു ഗൈസ്. ഇവന്റെ മൊബൈല് നമ്മുടെ സാംസങ്ങിന്റെ S20+ എന്ന് പറഞ്ഞ മൊബൈലാണ്. മമ്മൂട്ടിന്റെ കയ്യിലുള്ള സാധനം എന്നാണ് പറയുന്നത്. പുള്ളിന്റെ കയ്യിൽ ആൾട്രേങ്കാണ്ടാണുള്ളത്, പക്ഷെ ഇവന്റെ പ്ലസ് ആവുള്ളത്. അപ്പം 8K ആണ്, 100x സൂമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് വലിയ മോശമില്ലാത്ത സൂമൊക്കെ കിട്ടുന്നുണ്ട്. അതാ ഇതിലല്ലാന്നൊക്കെയാ പറയുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ. ആഹാ, മുള്ളംപാറ പോയപ്പോ അങ്ങേറ്റത്ത് ചെറിയൊരു കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ടല്ല 4 വലിയൊരു കൊടികളൊക്കെ കാണുന്നുണ്ട്. ബാറിന്റെ വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? അയ്യോ, എന്ന് വെച്ചാ അവിടെ ബാറുണ്ടെന്നല്ല കേട്ടോ കാണിക്കുന്നത്. 4 കൊടിയോ? അവിടെ എങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയിക്കാനായിരിക്കും. വെള്ള സമാധാനം. നീ ഇങ്ങനെ പാർട്ടിയായിട്ട് കണക്ട് ചെയ്യലടാ ഇതൊന്നും. സ്റ്റെപ്പ് കയറി ചെല്ലാനല്ലേ പറഞ്ഞേ. ഇവിടെ നല്ല രസമുണ്ട് കാണാന്. ഭയങ്കര ഒരു കാറ്റൊക്കെ. അതായത് മുമ്പ് മുള്ളംപാറ പോയപ്പോഴും ഉണ്ടായിരുന്ന ചൂട് വെയിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ചൂടൊന്നും അറിയാത്ത ഒരവസ്ഥയായിരുന്നു. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലാണ്. ആഹാ, ആണോ? ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എഡിസൺ തുരുത്ത് എന്നാണ് അമൃതേഷ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഇതിനു മുമ്പ് ഇവിടെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ അപ്പം നിങ്ങൾ ഇത് മുള്ളംപാറ വ്യൂ പോയിന്റിന്റെ ഒരു ഭാഗമാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെ കോഫി ഷോപ്പും പറഞ്ഞോണ്ട് വ്യൂ പോയിന്റ് പറഞ്ഞോണ്ട്. വ്യൂ പോയിന്റ് ഇവിടുന്ന് കറങ്ങിച്ചെല്ലാൻ അങ്ങോട്ടാണോ പറയുന്നത്? ഇവിടെ കറങ്ങിച്ചെല്ലാനല്ല, ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുവഴി കറങ്ങിച്ചെന്ന് നോക്കാം. ഇവിടെ ക്യാൻറ്റീനാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ ഭാര്യമായിട്ട് വരുന്നുണ്ടോന്നൊരു ഡൗട്ട്. ഇപ്പോഴോ വന്നിട്ട് മേടിച്ചു കുടിച്ചാ പോരെ? എടാ വരുമ്പോ അല്ലോ ക്ഷീണിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, എന്നെ ഊറ്റിയിട്ട് അവനൊരു 7up മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടും ദാരിദ്ര്യത്തിലാണ് ഞാനെന്ന് പറഞ്ഞിട്ടും അവന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ അതാ 7up കുടിച്ച് അവൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മേടിച്ചു കൊടുത്തത് എനിക്കൊരു തുള്ളി പോലും അവൻ തരാണ്ടാണ് കുടിക്കുന്നത്. നാണമില്ലാന്ന് നോക്കണേ. അയ്യോ, നടക്കാം. എടാ എനിക്കിപ്പം വേണ്ട, എടുത്തു വെച്ചോ, ടൈറ്റ് ആയിട്ട് അടച്ചോളാം. ഗ്യാസ് പോയി കഴിഞ്ഞാൽ കുടിക്കാൻ രസം അതില്ല. ബേക്ക് ഓക്കെ അല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ തന്നെ പറ, ബേക്ക് ഓക്കെ ആണോ? എടാ പാന്റ് കുറച്ച് കയറ്റിട്ടേ, നീ അടിയിലിട്ട് എന്താന്ന് മേലെ കാണാം. ഹായ് ഗൈസ്, ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. ഒരു കുളിർ കാറ്റൊക്കെ. ഹായ്, വേണ്ട, കൈ പിടിച്ചോ. ഗൈസ്, ഇവിടുന്ന് കുളിർ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം. കാണുന്നതാണ്. കൊള്ളാം.
അപ്പോൾ ഫ്രണ്ട്സ് അമൃതേഷ് മടുത്തെന്നാണ് പറയുന്നത്. ടോട്ടലി പറഞ്ഞ് ഞാനും ഏകദേശമൊക്കെ മടുത്തു. ഇനിയിപ്പം ആഹാ നോക്കി എല്ലാവരും നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഞാൻ ഇത് റിയർ ക്യാം വഴി കാണിക്കാം. ഞാൻ ഇപ്പം ഫുൾ സെൽഫിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും സെൽഫിഷ് ആണെന്ന്. സെൽഫിഷ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും വീഡിയോ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഓരോ ട്രിപ്പിനും ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാരും ഏകദേശം കാണിക്കും. ഇതിന് കൊറേ പടിയുണ്ട്, തീർന്നില്ല, കൊറേ പടിയുണ്ട്. ഇനിയും പടിയുണ്ടെന്നോ? ഇവിടെ ഊഞ്ഞാലാടാ. ആടാൻ പറ്റുമോ? നമുക്കുള്ളതാണോ ഇത്? പൊട്ടി നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എടാ ചെടി ആകത്തില്ലടാ. ഒന്നുകൂടെ പോരെ എടാ ഒന്നുകൂടി ആടാ. അടുത്തേക്ക് കയറാൻ പോയിട്ടുണ്ട്. അവന്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോഴേക്കും അവൻ ഊർന്നിറങ്ങിക്കഴിഞ്ഞു. ഈ വളർച്ചയൊന്നും നോക്കണ്ട, പിള്ളേരുടെ മനസ്സാണ് ഇവനുള്ളത്. അതുകൊണ്ട് പിന്നെ എടാ ഊഞ്ഞാലാടിക്കോടാ. ഇത് നമുക്കുള്ളതാന്ന് തോന്നുന്നു അല്ലേ? ആടാ ഉള്ളപ്പി എന്ന സാധനം കണ്ടു. ഇതിന് മണിക്കാകുമ്പോ ഇവിടെ നിന്നായിരുന്നു നിനക്ക് സെലക്ഷൻ? പോടാന്ന് അവിടെ ഇല്ല. അവിടെ ഇല്ല അല്ലേ? ഇനി ഊഞ്ഞാലടിക്കോ? അയ്യേ നിനക്കറിയില്ല, ഞാൻ കാണിച്ചാൽ വേണത്. അത് മതി കാട്ടല്. പിന്നെ ഇടക്കിടക്ക് കോമഡിക്ക് പറയണം. ഇതിപ്പം മൊബൈല് കയ്യിൽ നിന്ന് പോലോ. ഓ ശരി, ഞാൻ കേറി നോക്കട്ടെ. ഇത് നമുക്ക് വേണ്ടി തന്നെയുള്ള അല്ലേ? ഇത് നിസ്സാരം കേട്ടോ. നിസ്സാരം ഒന്നല്ല. എനിക്ക് ഞാൻ പണ്ട് ജിമ്മിൽ പോയോണ്ട് എനിക്ക് സീനില്ല. ഇത് പണ്ട് ജിമ്മിൽ പോയതുകൊണ്ടല്ലേ? ഊർന്ന് വീഴത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഇല്ല. എനിക്കതൊന്നും വേണ്ട, എനിക്ക് പകുതിയും വേണ്ട. നിസ്സാരം. നീ ഊഞ്ഞാലാടാ. പുഷപ്പ് എടുക്കുന്നതാണല്ലോ ഫുള്ള്. ഏതായാലും വന്നിട്ട് എല്ലാത്തിലും പങ്കെടുത്തില്ലാന്ന് വേണ്ടല്ലോ. എങ്ങനെ തന്നെ ആടുന്നതിനാണ് ആളെ ഞാക്കറിയാം. ഹോഴ്സ് കൊടുത്തിട്ട് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോരോ വിവരങ്ങളല്ലേ നമ്മൾ ഓരോ വീഡിയോയിൽ കൂടെ കൊടുക്കുമ്പോൾ. മതി 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 മതി. മതിയോ? ഓ അത് കിട്ടിയില്ല. അപ്പോൾ ഗൈസ് എല്ലാ റൈഡും കഴിഞ്ഞ് അവൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും കയറി മേലേക്ക് ഏറ്റവും ടോപ്പിലേക്ക്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴേ ഇവൻ വരുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എൻ്റെയും ഉണ്ടാവും. എല്ലാവരും കയറിയിട്ടൊന്ന് ഫോളോ ചെയ്തേരെ. പിന്നെയാണെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ആഹാ പൊളി. ഇത് രസോടാ നോക്കി. പക്ഷെ നല്ല വെയിലുണ്ട്. ആഹാ പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഓ എന്താ ഇപ്പൊ പറയണ്ടേ? എന്തിന്റെ? ഗ്രില്ല്. ഓക്കെ. എന്റെ പൊന്നടാ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. കാണാൻ സാധിക്കുന്നുണ്ടോ? എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മുമ്പ് മുള്ളമ്പാറ കണ്ടതിനെക്കാട്ടും അത്യുഗ്രൻ എന്നാ പറയാൻ പറ്റത്തുള്ളൂ.
അത്രയ്ക്ക് പൊളി ഫീലിംഗ് ആണ് ഇവിടുന്ന് ഇപ്പോൾ കിട്ടുന്നത്. ആഹാ, ഇതാ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറേ ബിൽഡിങ്ങൊക്കെ കാണാം. ഏതാ സ്ഥലങ്ങളെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓഹ്, മൊത്തം മലനിരകളാണ്. ആഹാ, അമൃതേഷ് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം, എന്നിട്ട് തിരിച്ച് മടങ്ങണം. അതൊക്കെയാണ് ഒരു പ്ലാനിങ്. ആഹാ, എന്താ രസല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ടെക്സൺ വ്ളോഗ്സിന്റെ മുതലാളിയാണ് ഫെബിൻ വി ഫ്രാൻസിസ്. അങ്ങനെയൊന്നും പറയുന്നത് ഓനെ എന്നെ മാത്രം കാണിച്ചു കംപ്ലൈന്റ് ചെയ്തിട്ട് ഓനെ എടുക്കുന്നത്. പറഞ്ഞൊക്കെ ശരിയാണ്. ഏകദേശം ഞാൻ എന്നെ കാണിച്ചാൽ ഒരു പരാതി പറഞ്ഞു. കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഞാൻ ക്യാമറാമാനായി മാറി. ഇവനെ ക്യാമറ പിടിക്കാനാണ് ഞാൻ ശരിക്കും പറഞ്ഞ് കൂട്ടിയത്. പക്ഷേ ഇവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവന്റെ ഒരു വിനോദത്തിൽ നടക്കുക. എനിക്ക് ഭയങ്കര വൈബില്ല. അങ്ങനെ ചെലവായുണ്ട്. നിനക്ക് പോടാ കൂടെ വന്ന് ഇവനാ ചെലവ് പോലും. എന്നിട്ടാണെങ്കിൽ അപ്പം മുമ്പ് പോയതിനെക്കാട്ടും നല്ല രസമുണ്ട് ഇവിടെ. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെയിലാണ്. വെയിൽ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല രസമുണ്ട് ഇവിടുത്തെ സ്പോട്ട് കാണാനൊക്കെ. ഏകദേശം നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്നത്. അപ്പോൾ പിന്നെ ഏകദേശം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട്, അതായത് കുറച്ച് ദൂരമുണ്ട്, കയറ്റമൊക്കെ അപ്പം പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും രസമാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട് കാര്യമായിട്ടൊരു മടുപ്പ് തോന്നിയിട്ടില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കയറി വന്നപ്പോൾ കുറച്ച് മടുപ്പ് തോന്നി. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ഒരു മടുപ്പില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ പിന്നെ നമ്മളിപ്പം എൻ്റെ ചെറിയ പൈസ, ചെറിയ പോക്കറ്റ് മണി വെച്ചിട്ടാണ് ഞാൻ ഈ ട്രിപ്പൊക്കെ വരുന്നത്. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. മിക്കവാറുള്ളത് ഞാൻ അടിച്ച് പൊളിച്ച് ചിലവാക്കാറൊന്നുമില്ല. വളരെ ചുരുക്കമായിട്ട് ചിലവാക്കിയിട്ട് ബാക്കിയുള്ളത് കൂട്ടി വെക്കും. അങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു സമയത്ത് മൊത്തമായിട്ട് പൊട്ടിക്കും. ഒരു പ്രശ്നമുണ്ട്, ഇനി പറഞ്ഞൊന്നും റെക്കോർഡ് ആക്കിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല, പറ്റിച്ചു. അതാണ് പറ്റിച്ചു. ഇവന്റെ കൂടെ നടക്കാൻ കൊള്ളില്ല. ഒന്നാമത് ഇങ്ങനത്തെ ചതിയൊക്കെ ഞാൻ വിചാരിച്ചു മൊത്തം പോയിന്ന്. അയ്യോ, ഞാനീ പറഞ്ഞത് ഇതൊന്നുമല്ല. ഇനിയിപ്പം പറയാൻ കുറേ ഉണ്ട്, വാക്കുകളില്ല എനിക്ക് പറയാൻ. കുറെ ചിത്രരചനയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് റോസ് അല്ല, റോസ് അവിടെ എന്താ എഴുതി വെച്ചു, RTS അത് മറ്റേ ലവേഴ്സ് ഒക്കെ വന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും ചിലപ്പം. അപ്പൊ ഗൈസ്, ഒന്നും പറയാൻ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് നല്ല സ്ഥലം. ഇവിടുന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. വെയിലടിക്കുന്നതുകൊണ്ട് കണ്ണത്രയ്ക്ക് തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് കുറവാണ്. ചെറുതായിട്ട് വേർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല അധികം. തണുത്ത കാറ്റാണ്. അപ്പോൾ പിന്നെ നല്ല രസമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടെ ചുറ്റും കാണാനും ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ് എന്ന് ശരിക്കും കിട്ടില്ല എന്നാ പറയണ്ടേ. അവിടെ കുറേ ഒരു ഗ്രൗണ്ട് കാണാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയാതെ ഞാൻ കാണിച്ചു തരാം. അമ്പലമൊക്കെ കാണാം. ഇതാണ് ഗ്രൗണ്ടോ എന്നറിയാല, എന്തോ ആണ്. എന്താ ക്ലാരിറ്റി. ഓക്കെ, അപ്പം ഇതിന് കുറച്ച് ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോയ്ക്ക്. പക്ഷെ എല്ലാം കൂടെ ഉൾപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ലെങ്ത്തിൽ വീഡിയോ എടുക്കുന്നത്. അപ്പം മാക്സിമം സഹിച്ച് പിടിച്ചിരുന്ന് കാണണം. ധർമ്മജൻ ബഹുദാട്ടിയെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് തന്നെ. മുമ്പേ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊക്കെ പറയണമെന്നുണ്ട്. പിന്നെ എടാ, ഇങ്ങോട്ട് കയറി നോക്കാന്ന്. ഇങ്ങോട്ട് അവിടെ എന്തോ ഉണ്ട്. എന്നാ വാ, അവിടെ എന്തോ ഉണ്ട്, വേറെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. നീ വാ. എന്നാ നീ ആ വഴി കയറിക്കോ. ഞാൻ ഏതായാലും ഈ വഴി. വഴി തണ്ണി വഴിടാ. പോളിയോ അങ്ങനെ നിനക്ക് മനസ്സിലായി. കളറുണ്ടാവൂലേ ഇവിടെ കണ്ടില്ലേ. പൊളി എന്തോ ഉണ്ട്. ഞാനെങ്ങനെ എന്ത് കണ്ടാലും പൊളി എന്ന് പറയും. പിന്നെ എങ്ങനെയാ ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ പരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോഴേ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് അവൻ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കാണുവാണ്. അപ്പോഴാണെങ്കിൽ ഇവിടുന്ന് ടോട്ടൽ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ പക്ഷേ പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പം
എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.